ഇവിടെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയത് എന്തായാലും ടി പി ജയചന്ദ്രമാഷ് അടക്കം കെ സുരേന്ദ്രൻ അടക്കം ഇവിടുത്തെ ബി ജെ പി നേതൃത്വം അറിഞ്ഞിട്ടില്ല. അവസാന മണിക്കൂർ എന്തായാലും അറിഞ്ഞിട്ടില്ല. ഏത് റൂട്ടിലായിരുന്നു പ്രവേശനം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഡൽഹിയിൽ നിന്നുള്ള സീക്രട്ടാണെന്ന് പറയുന്നു പത്മജ വേണുഗോപാൽ. അപ്പോൾ ഒരു എക്സ്ട്രാ പൊളിറ്റിക്കൽ ഇടപാടുണ്ടായിട്ടുണ്ടെന്നും ആ ഇടപാട് ബെഹ്റയുടെ പാലം പണിയാണെന്നും എന്ന ആരോപണം യുക്തിസഹമായ ആരോപണം ആവില്ലേ ടി പി ജയചന്ദ്രൻ? ഹാഷ്മി, ഇന്ന് പത്മജയ്ക്കോ നാളെ ചാമക്കാലയ്ക്കോ സമ്പത്തിനോ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരണമെങ്കിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. ബി ജെ പിയുടെ നേതൃത്വത്തിന് ഒരു സന്ദേശം അയച്ചാൽ ആ സന്ദേശവും ഇവരുടെ ചരിത്രവും ഇവരുടെ പ്രവർത്തനവും വിലയിരുത്തിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. അതിലൊരു ഇടനിലക്കാരൻ്റെ ആവശ്യം എന്താണ്? ഇവിടെ വിഷയം അതല്ല ഹാഷ്മി. സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നേതാക്കന്മാരാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് അതാണെന്നല്ല അർത്ഥത്തിലല്ല. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒന്ന് AK ആന്റണിയും രണ്ട് K കരുണാകരനും എന്നായിരുന്നു നാൾ ഇതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നതും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുണ്ടാക്കിയതും. ഗ്രൂപ്പായി കൈപിടി വരുമ്പോഴും പരസ്പരം പോരടിക്കുമ്പോഴും ആന്റണിയുടെ പേരിലും കരുണാകരൻ്റെ പേരിലുമാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മേൽവിലാസം ഈ രണ്ടു പേരിൽ കൂടി ആയിരുന്നു. ഇന്നുണ്ടായത് എന്താണ്? ഇന്ന് കേരളത്തിലെ രണ്ട് പ്രഗത്ഭരായ മുൻ മുഖ്യമന്ത്രിമാരുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തുമ്പോൾ ആ യാഥാർത്ഥ്യവുമായി ഉൾക്കൊള്ളാൻ ഇനിയും കഴിയുന്നില്ല. ഈ വെപ്രാളത്തിൻ്റെ അർത്ഥം എന്താണ്? പക്ഷെ എനിക്ക് 24 ചോദിക്കാനുള്ളത്, കോൺഗ്രസ്സുകാർ ഇങ്ങനെ അന്തം വിട്ട് സ്വയം സമനില തെറ്റുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കും. ഒരു നേതാവ് പറഞ്ഞത് എന്താ? തന്തയ്ക്ക് പിറന്നവളല്ല. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പല നേതാക്കന്മാരും പറയുന്നത് എന്താണ്? അത് പറഞ്ഞത് ശരിയാണ്. ഒരാൾക്ക് രണ്ട് തന്തയുണ്ട്, ഒന്ന് ബയോളജിക്കൽ തന്ത, ഒന്ന് പൊളിറ്റിക്കൽ തന്ത. ഇങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോയാൽ ആ പാർട്ടി എത്തിയിരിക്കുന്ന ട്രാപ്പിനെ കുറിച്ചല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുമോ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ന് ഈ ചർച്ച എടുക്കുമ്പോഴേ ഞാൻ ചാമക്കാലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോ കോൺഗ്രസിനകത്ത് K സുധാകരനും ഇപ്പോഴുടെ പ്രതിപക്ഷ നേതാവിനും ഇല്ലാത്ത സ്വാധീനവും ബന്ധവും പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഈ പണിക്ക് VD സതീശനും K സുധാകരനും പറ്റില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? സ്വന്തം പാർട്ടിക്കകത്ത് ബെഹ്റയ്ക്കും പിണറായി വിജയനും ഒക്കെയാണ് സ്വാധീനമെങ്കിൽ എന്തിനാണ് സാർ ഇവർ പ്രതിപക്ഷ നേതാവാണ്, KPCC പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? യാഥാർത്ഥ്യം അതല്ല. സ്വന്തം അണികളെയും കൂടപ്പിറപ്പുകളെയും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു പ്രത്യയശാസ്ത്രം. ഒരുപക്ഷെ ഇന്ന് ഈ സംഭവം ആ പാർട്ടിക്കകത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്താണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന ഉൾക്കിടലം ആ പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളെ അപ്പാടെ വിറങ്ങലിപ്പിച്ചിരിക്കുന്നു എന്നല്ലേ? മറിച്ച് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് AK ആന്റണിയുടെ മകൻ BJPയിൽ ചേക്കേറിയപ്പോൾ, അയാളും കോൺഗ്രസിന്റെ പശ്ചാത്തലത്തിൽ വളർന്ന് വികസിച്ച ആളല്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തെ അന്നപ്പോൾ അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിച്ച് എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് അതിൽ പിണറായി വിജയന്റെ സ്വാധീനമോ ബെഹ്റയുടെ കണ്ടെത്താൻ സാധിച്ചില്ല? നേരത്തെ സമ്പത്ത് തന്നെ പറഞ്ഞു. ഇന്നൊരു കാര്യം ഹാഷ്മി സത്യമാണ്, ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളും വഴികൾക്കിടയിലൂടെ BJP തയ്യാറായി നിൽക്കുകയാണ് എന്നൊരു ധ്വനി വെച്ച് സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, BJPക്കകത്ത് പോകുന്ന എത്ര പേർ കോൺഗ്രസിനകത്ത് ഇന്ന് ചേക്കേറി? 2 MP ചേക്കേറി. അപ്പൊ BJP മാത്രമല്ല, പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ന് പറയുന്നത് അവരുടെ അവർ അത് താങ്കൾ വെച്ചിട്ടുണ്ട. ഹിസാറിലെ MP മകനൊക്കെ പോയി, കാര്യം ശരിയാണ്. പക്ഷേ ഇതൊരു പ്രൊജക്റ്റായി കൊണ്ട് നടക്കുന്നത് BJP ആണ് എന്ന് പറയേണ്ടി വരില്ലേ? ടി പി ജയചന്ദ്രൻ ഇപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിപ്പെട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു എന്ന് K സുരേന്ദ്രൻ അടക്കം എല്ലാ BJP നേതാക്കളും പറയുകയാണ്. വരാൻ പോകുന്ന നേതാക്കളുടെ പേരിടെ നിങ്ങൾ ഞെട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരുടെ വീട്ടകങ്ങൾ നാളെ റാഞ്ചുന്നു. കൊള്ളാവുന്ന നേതാക്കളെ അല്ലെങ്കിൽ ജനപ്രീതിയുള്ള, ഇപ്പോൾ ഈ രണ്ടുപേരും ജനപ്രീതി ഉള്ളവരാണെന്ന് ഞാൻ പറയുന്നതല്ല, കൂടുതൽ ജനപ്രീതിയുള്ള നേതാക്കളെ റാഞ്ചാൻ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഈ ബേക്കറിയുടെ ചില്ലിനകത്ത് വെച്ചിരിക്കുന്ന അലുവ കാണുന്ന കുട്ടിയെ പോലെ വായിൽ വെള്ളം ഊറി ഇങ്ങനെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ S രാജേന്ദ്രൻ എം.എൽ.എയുടെ വീട്ടിൽ പോകുന്നു, ചേരാൻ താല്പര്യമുണ്ടോ ചോദിക്കുന്നു, അവിടെ ചർച്ചകൾ നടത്തുന്നു. ടി പി ജയചന്ദ്രൻ, നിങ്ങൾ ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം കുറേ ആയില്ലേ? RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനങ്ങളിലൊന്നല്ലേ? എന്നിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനികൾ വരുന്നു നോക്കി ഇരിക്കാനും മാത്രം, ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നാടൻ ഭാഷ ചോദിച്ചാൽ ഒരു ചളിപ്പ് തോന്നില്ലേ ടി പി ജയചന്ദ്രൻ? അല്ല ഹാഷ്മി, ഇവരൊക്കെ ഇത്രയും കാലം കൊണ്ട് വളർത്തിയെടുത്ത ആളുകൾ ഇങ്ങനെ താങ്കൾ ഈ പറഞ്ഞ മാതിരി ബേക്കറിയിലെ മധുരം ഊറുമ്പോൾ പോകുന്നവരാണോ? ഇവരിങ്ങനെ എന്തെങ്കിലും പ്രലോഭനങ്ങൾ കേട്ടാൽ അങ്ങ് വശംവദരാകുന്നവരാണോ? എത്ര വർഷം കൊണ്ടാണ് ഹാഷ്മി ഇവരൊക്കെ വളർന്നെടുക്കുന്നത്? നോക്കൂ, K കരുണാകരനും സഹോദരനും മുരളീധരനും പാർട്ടി വിട്ട് DIC ഉണ്ടാക്കി പോയപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ എന്താ പറയുക ബേക്കറി കടയിലിരുന്ന മകൾ എവിടെയായിരുന്നു പോയത്? ഹാഷ്മി, നമ്മളൊന്നും പരിശോധിക്കണ്ടേ? ഇവർ അച്ഛനും മകനും ഇതാ പോയി എന്ന് പറഞ്ഞ് കൂടെ പോയവനാണോ അദ്ദേഹം? ഇതൊന്നും അല്ല ഹാഷ്മി. ഇവിടെ ഒരു കാര്യം സത്യമാണ്, BJPയുടെ പേരിൽ ബന്ധം ആരോപിക്കുന്നവർ ഇപ്പൊ തന്നെ ചാമക്കാല പറഞ്ഞു മോൺസൺ മാവുങ്കലിന്റെ കേസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചും. സാർ, അതിലെ 2ാം പ്രതി നിങ്ങളുടെ KPCC പ്രസിഡന്റാണ്.
ഒന്നാം പ്രതി മാവുങ്കലാണെങ്കിൽ രണ്ടാം പ്രതി KPCC പ്രസിഡന്റാണ്. അദ്ദേഹം കാണിച്ചിരുന്ന തട്ടിപ്പിനൊക്കെ നിങ്ങൾ ഇരുകൂട്ടരുമില്ലേ? ഞാൻ വീണ്ടും ഒന്ന് ചോദിക്കട്ടെ ഹാഷ്മി, അല്ല മാഷെ, ആ കേസിൽ ലോക്നാഥ് ബെഹ്റയെ പ്രതി ചേർക്കേണ്ട ആളാണോ? അല്ല, ആ കേസിൽ ലോക്നാഥ് ബെഹ്റയെ പ്രതി ചേർക്കേണ്ട ആളാണോ? കേരളത്തിലെ പിടിച്ചു കുലുക്കിയ രണ്ടാമത്തെ കേസായിരുന്നു തിരുവനന്തപുരത്ത് CPM നടത്തിയ വലിയൊരു സമരം. BJP അല്ലല്ലോ ആരോപിച്ചത്, ദിവാകരൻ പറഞ്ഞത് കാശ്മീർ കേട്ടതാണല്ലോ. എവിടെയോ ഒരു രഹസ്യ ചർച്ച നടന്നു. തിരുവനന്തപുരത്തെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷം കൊണ്ടുവന്നിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയെ വിറപ്പിച്ചിരുന്ന സമരം എവിടെയോ വെച്ചൊരു ചർച്ച നടന്നു. ഏതായാലും മല പോലെ വന്നത് എലി പോലെ തിരിച്ചുപോയി. ഹാഷ്മി, നമ്മൾ ചർച്ച ചെയ്തോ? കേരളത്തിൽ മറ്റൊരു പിടിച്ചു കുലുക്കിയ സംഭവമായിരുന്നു TP വധക്കേസ്. ഒരു അന്വേഷണം കൂടാതെത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഫോൺ കോൾ വന്നുവെന്നും ആ ഫോൺ കോളിന് ശേഷമാണ് അവിടെ മാറ്റമുണ്ടായത് എന്നും ആ ഫോൺ കോൾ ആരുടേതാണെന്ന് അന്വേഷിക്കണമെന്ന് കേസ് അവിടെ നിന്നു. ഞാൻ പറയുന്നത് ഞങ്ങളെ വിശ്വസിപ്പിക്കേണ്ട. മുല്ലപ്പള്ളി രാമചന്ദ്രനെയും K. സുധാകരനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചോ? ഇന്ന് തന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇത് 24 ന്യൂസ് എഴുതി കാണിക്കുന്നു ശശി തരൂരിന്റെ പ്രസ്താവന. ഈ പറയുന്നതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നുള്ളതല്ലേ അദ്ദേഹം. ഇവർക്ക് പരസ്പരം ബോധ്യപ്പെടാത്ത കാര്യം. ഒരു കാര്യം ഹാഷ്മി സത്യമാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരികയാണ്. പിന്നെ മാറിക്കൊണ്ടുവരുന്നവരെ സ്വീകരിക്കാതിരുന്നിട്ടുണ്ടോ? അൽഫോൺസ് കണ്ണന്താനം BJPയിൽ എത്തിയില്ലേ? അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയായിരുന്നു. വിശ്വനാഥ മേനോൻ എന്ന് പറയുന്ന മുൻ മന്ത്രി BJPയിൽ എത്തിയില്ലേ? അത് ഇവരുടെ ഹാഷ്മി, കാലത്തിനനുസരിച്ച് മുന്നേറ്റത്തിന് ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയാത്തവർ, കാലത്തിന്റെ ചുമരെഴുത്തുകളെ കാണാൻ കഴിയാത്തവർ, കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുമ്പോൾ തെറ്റിദ്ധാരണയും തിരുത്തലുകളുമായിട്ട് പ്രത്യയശാസ്ത്രങ്ങൾ മാറിക്കൊണ്ട് പരസ്യമായി വരും. അത് BJP നാളെ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാതെ ജനവിരുദ്ധമാകുമ്പോൾ ഹാഷ്മി ഒരു സംശയവും വേണ്ട, BJPയിൽ വന്നവർ തിരിച്ചു പോകും. അതിൽ അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. തങ്ങളുടെ കഴിവുകേടുകൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തവർ, തങ്ങളുടെ പോരായ്മകൾ തിരുത്തുന്നതിന് പകരം ഇത്തരം ബാലിശമായ ആരോപണം. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം കൂടി. ഇപ്പൊ ഇതേക്കിന ഏതാ ഒരു സിനിമയിൽ ശങ്കരാടി നടന്ന ഇപ്പൊ വിടും, എന്റെ കൈകൾ രേഖയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വെല്ലുവിളിച്ചില്ലേ ഈ പത്മജ തന്നെ? പുറത്തു വിടൂ. എന്താ പുറത്തു വിടാത്തത്? എന്തിനാണ് കേരളത്തിലെ ഇത്രയധികം വിശ്വാസ്യതയുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹത്തിന് ഇപ്പൊ പൊട്ടും ഇതാ എന്റെ കയ്യിൽ രേഖയുണ്ട് എന്ന് പറയുന്നത്? പുറത്തു വിടാൻ എന്തുകൊണ്ടാണ് പത്മജ വെല്ലുവിളിച്ചത് ഏറ്റെടുക്കാത്തത്? യാഥാർത്ഥ്യങ്ങളിലേക്ക് കോൺഗ്രസ് ഇനിയെങ്കിലും എത്തണം. തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ തങ്ങൾ കാലത്തിനനുസരിച്ച് തയ്യാറാകുമ്പോൾ